Hello friends, welcome to our channel. അപ്പോൾ നമ്മൾ 2-3 ദിവസം മുമ്പ് 4 ദിവസം കഴിഞ്ഞുണ്ട് 4 ദിവസം മുമ്പ് നമ്മൾ ആക്ച്വലി ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. നമ്മൾ ആക്ച്വലി S23 അൾട്രാ ഓർഡർ ആമസോണിൽ നിങ്ങൾക്ക് അറിയിക്കും ഇപ്പോൾ 75,000 രൂപയ്ക്ക് നമുക്ക് ആക്ച്വലി ഓഫർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആക്ച്വലി അതിൻ്റെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. നമ്മളെന്ന് വെച്ചാൽ നമ്മളത് ഓർഡർ ചെയ്തിരുന്നു പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയിക്കും ഇപ്പോൾ റീസെൻ്റ്ലി ആമസോണിൽ നമുക്ക് S23 അൾട്രയ്ക്ക് ഭയങ്കര ലാഗാണ് വരുന്നത്. അതായത് നമുക്ക് ഡെലിവറി ഡേറ്റ് എന്ന് പറയുന്നത് മിനിമം ഒരാഴ്ചയൊക്കെ കാണിക്കുന്നത്, ചിലവർക്ക് 2 ആഴ്ച 3 ആഴ്ചയൊക്കെ കാണിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് അതിൻ്റെ ബ്ലാക്ക് കളറിന് ഭയങ്കരമായിട്ട് ലാഗ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ക്രീം കളർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി നമുക്ക് ഇന്നലെയാണ് നമുക്ക് ഡെലിവറി ആയത്. എൻ്റെ ആക്ച്വലി ഡെലിവറി ഡേറ്റ് ഇന്നായിരുന്നു, ഞായറാഴ്ചയായിരുന്നു നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഞായറാഴ്ചയ്ക്ക് പക്ഷേ നമുക്ക് ഒരു ദിവസം മുമ്പ് ആക്ച്വലി ഡെലിവറി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഇന്നലെ ആ ഒരു വൈകുന്നേരം സമയത്തൊക്കെ ആയപ്പോൾ നമുക്ക് ആക്ച്വലി ഡെലിവറി ആയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാൻ പറ്റില്ല, ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് ഇതിൻ്റെ ഞാൻ ആക്ച്വലി ഇതിൻ്റെ എന്താ പറയുക മാനുഫാക്ചറിങ് ഡേറ്റ് നോക്കിയപ്പോൾ ശരിക്കും ഞെട്ടിയിടുക. അതായത് ഇതിൽ നമുക്ക് ഒക്ടോബർ 2024, അതായത് ഈ മാസം പ്രൊഡക്ഷൻ ചെയ്ത പ്രൊഡക്റ്റാണ് അവർ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ MRP ഡീറ്റെയിൽസ് ഒക്കെ 1,50,000 രൂപയ്ക്കാണ് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ നോക്കി കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇത് 12 GB 256 GB വേരിയൻ്റാണ് 75,000 രൂപയ്ക്ക് വെക്കുന്നത്. ഞാൻ ആക്ച്വലി ആമസോൺ ICICI കാർഡ് ഉപയോഗിച്ചിട്ട് വാങ്ങിച്ചത്. അപ്പോൾ എനിക്ക് എക്സ്ട്രാ ഒരു 3,700-800 രൂപ 5% ക്യാഷ് ബാക്ക് ആയിട്ട് അത് ആമസോൺ വേ ബാലൻസിൽ നമുക്ക് ബില്ല് തന്നിട്ടാകുമ്പോൾ കിട്ടും ചെയ്യും. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ ആക്ച്വലി ഒരു എക്സ്ചേഞ്ച് പരിപാടിയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് അതിൽ ഓൾമോസ്റ്റ് എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ടോട്ടലായിട്ട് 52,000 രൂപയ്ക്ക് സാധനം കിട്ടി. അപ്പോൾ 75,000 രൂപയ്ക്ക് വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ഡീൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിവൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ ആമസോണിൻ്റെ സാംസങ്ങിൻ്റെ സൈറ്റിൽ പോയിട്ട് വാറണ്ടി ചെക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ആക്ച്വലി അവരുടെ കസ്റ്റമർ കെയറിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ IMEI നമ്പർ വെച്ചിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പുതിയ സാധനം തന്നെയാണ്, റീഫർബിഷ് ഒന്നല്ല, നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ കിട്ടുന്ന പോലെ റീഫർബിഷ് സംഭവമൊന്നുമല്ല, പുതിയ പ്രൊഡക്ഷൻ യൂണിറ്റ് തന്നെയാണെന്നാണ് ആക്ച്വലി സാംസങ് ഇന്ത്യ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് ക്രീം കളറാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും. പിന്നെ ഞാൻ ആക്ച്വലി ഇതിന് പകരം S24 അൾട്രയെന്ന് ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ആക്ച്വലി എക്സ്ചേഞ്ച് അടക്കം നമുക്ക് ഓൾമോസ്റ്റ് ഒരു 83-85 റുപ്പീസിനൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി പിന്നെ അത് വേണ്ടാന്ന് വെച്ചാൽ വെച്ചാൽ വലിയ ഡിഫറൻസ് ഒന്നും സംഭവമൊന്നുമില്ല. ഇതിൽ സ്നാപ്ഡ്രാഗൺ പ്രൊസസ്സറിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് 10x സൂം വരുന്നുണ്ടെന്നും മറ്റത് 5x ആക്കിയിട്ടുണ്ട്. പക്ഷേ വലിയ ഡിഫറൻസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ക്യാമറ പെർഫോമൻസ് ആയിക്കോട്ടെ, ഓവറോൾ പെർഫോമൻസ് ആയിക്കോട്ടെ, വലിയ സ്ലൈറ്റ് സംഭവങ്ങളൊക്കെ ഉള്ളൂ. ആ പ്രൈസ് ഗ്യാപ്പിനുള്ള ഡിഫറൻസും സംഭവങ്ങളൊന്നും ഇല്ല. പിന്നെ അത് ഫുൾ കർവ് മാറ്റിയിട്ട് ഫുൾ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയിട്ടുണ്ട്, ഇഷ്ടികട്ട പോലെ മറ്റത്. അപ്പോൾ അത് ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഫ്ലാറ്റ് ഇതായിരിക്കും ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ഡ്യൂറബിലിറ്റി സംഭവങ്ങളൊക്കെ കിട്ടുക തന്നെയാണ്. നിങ്ങൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടായിരിക്കും, എന്താ പറയുക ഡ്രോപ്പ് ടെസ്റ്റും സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഇഷ്യൂ ഒന്നും ഇല്ല കേട്ടോ. നമ്മുടെ സ്ക്രീൻ എത്ര പെട്ടെന്ന് പൊട്ടൊന്നും എന്തായാലും. പക്ഷേ സ്ക്രീൻ കാർഡ് ഒട്ടിക്കണം. അതുപോലെ തന്നെ എന്താ വെച്ചാൽ അത്യാവശ്യം വെയിറ്റ് ഉള്ള സാധനമാണ്. ഇത് ഒരു 238 സംതിങ് റേഞ്ച് ഗ്രാം വരുന്നുണ്ട് ഇതിൻ്റെ വെയിറ്റ്. അപ്പോൾ അത്യാവശ്യം വെയിറ്റ് ഉള്ളതാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഉപയോഗിക്കേണ്ടത് നമ്മുടെ നിങ്ങൾ S23 അൾട്ര കണ്ടായിരിക്കും. ഞാൻ എൻ്റെ ഐഫോൺ ചാർജ് ചെയ്യാൻ വെച്ചൊക്കെയാണ്. ഇപ്പോൾ ഏത് ഫോണായിട്ട് കമ്പയർ ചെയ്താലും, നമ്മുടെ Xiaomi 14 അത് കമ്പയർ ചെയ്താലും ഇതിന് തന്നെയാണ് വെയിറ്റ് കൊടുത്തിൽ ശരിക്കും ഒരു വലിയൊരു ഫാബിലിറ്റി പിടിക്കുന്ന പോലത്തെ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അത് വേറെ കാര്യം. പക്ഷേ ഞാൻ ആക്ച്വലി എൻ്റെ S23 അൾട്രന്ന് ബാക്കപ്പ് എടുത്തിട്ട് റീസ്റ്റോർ ചെയ്തിട്ട്, അപ്പോൾ ഫുള്ളി നമ്മുടെ എൻ്റെ പഴയ S23 ഞാൻ ഉപയോഗിക്കുന്ന S23 അൾട്ര പോലെയായി. എന്താ വെച്ചാൽ അതേ സ്ക്രീൻ നിങ്ങളിത് കണ്ടിട്ടുണ്ടായിരിക്കും. ഈ സെയിം എന്താ പറയുക ഓൾവേസ് ഓൺ ഡിസ്പ്ലേ സംഭവം കണ്ടിട്ടുണ്ടായിരിക്കും. ആ സെയിം സംഭവം തന്നെ ഇതിലും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആക്ച്വലി നമുക്ക് സ്മാർട്ട് സ്വിച്ച് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട് സാംസങ്ങിൽ. അതിൽ ത്രൂ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് USB ഡ്രൈവിലേക്ക് ബാക്കപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് ബാക്കപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ സാംസങ് ക്ലൗഡിലേക്ക് ബാക്കപ്പ് ചെയ്യാൻ നമുക്ക് 30 days ഫ്രീ വരുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ നമുക്ക് ബാക്കപ്പ് ചെയ്യാനുള്ള കുറേ ഓപ്ഷൻസുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓവറോൾ നിങ്ങൾ ഈ പ്രൈസ് റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ കിഡിലൻ സാധനം തന്നെ പറയാം. നമുക്ക് പോരാതെ നമുക്ക് 256 GB ബേസ് എന്താ പറയുക മെമ്മറിയും കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഓൾറെഡി മിക്ക വീഡിയോസിലിപ്പോൾ പറയാറില്ല, നിങ്ങൾ ഐഫോൺ എടുക്കണമെങ്കിലും ഏത് ഡിവൈസ് എടുക്കണമെങ്കിലും മിനിമം 256 GB എടുക്കാൻ നോക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ ക്യാമറ സെൻട്രിക് ഫോൺ ആണെങ്കിൽ അത് എടുക്കാൻ നോക്കുക. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ നമ്മുടെ ആൻഡ്രോയിഡിൻ്റെ അപ്ഡേറ്റ്സുകൾ തന്നെ അത്യാവശ്യം നല്ല സൈസ് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഭാവിയിൽ എന്തായാലും നമ്മുടെ ആൻഡ്രോയിഡ് ഒരു OS-നായിട്ട് അവർ അത്യാവശ്യം നല്ല സ്പേസ് എടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും 256 GB വെച്ചാൽ തന്നെയാണ് നിങ്ങൾക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ എന്തായാലും ഫോട്ടോ വീഡിയോ എടുക്കുന്ന ഒരാളാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് അത്ര സൈസ് വേണ്ടി വരും. ഞാൻ ഇതിൻ്റെ ഇതൊന്ന് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം നമ്മുടെ. അപ്പോൾ ഇത് ലേറ്റസ്റ്റ് ഡിവൈസ് തന്നെയാണ്. ഞാൻ പറഞ്ഞ വാറണ്ടി ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് എക്സ്പെൻസ് സംഭവമൊക്കെ കിട്ടുന്നു. ഒരു എനിക്ക് എന്താണെന്ന് അറിയാം, ഈ ക്രീം കളർ എടുക്കാൻ കാരണം എന്താ വെച്ചാൽ ക്രീം കളർ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രെയിമും സംഭവങ്ങളൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിനിഷാണ്. അപ്പോൾ അതൊരു കാണാനൊരു വെറൈറ്റി ലുക്ക് തന്നെയാണ്. ബ്ലാക്ക് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്ക് ആയിരിക്കും. അപ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു പ്രീമിയം ഫിനിഷ് ബ്ലാക്ക് കളർ നല്ലത് തന്നെയാണ്, ഞാൻ പൊട്ടയെന്നല്ല പറയുന്നത്. പക്ഷേ ഈ ഒരു എന്താ പറയുക സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിനിഷ് വരുമ്പോൾ കൊണ്ട് തന്നെ ഒരു പ്രത്യേക ഫീലാണ് പറയുമ്പോൾ. സ്ക്രീൻ എന്താ പറയുക കേസ് ഇട്ട് കഴിഞ്ഞാൽ അതൊന്നും കാണില്ല. ട്രാൻസ്പാരൻറ്റ് കേസ് തന്നെ കാണും. ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് ട്രാൻസ്പാരൻറ്റ് തന്നെയാണ് സ്പീക്കറിൻ്റെ. പിന്നെ ഞാനൊരു എന്താ മാറ്റ് ഫിനിഷ് സ്ക്രീൻ ഗാർഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ വേറെ ഒട്ടിക്കുക, അത് വേറൊരു വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്.
ടെമ്പർ ഗ്ലാസ് അല്ല സ്ക്രീൻ ഗാർഡ്. ഞാൻ ഇപ്പം എൻ്റെ ഐഫോണിലേക്കോട്ടെ എല്ലാത്തിലും ഞാൻ ടെമ്പർ ഗ്ലാസ് മാറ്റിയിട്ട് ഇപ്പോൾ എല്ലാ സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചേക്കണേ. എന്താ പറയുക, സ്ക്രാച്ച് പ്രൂഫ് ആയിട്ടുള്ള സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചേക്കണം കേട്ടോ. നമുക്കറിയാം ബോക്സിൽ കാര്യമായിട്ട് വേറെ സംഭവങ്ങളൊന്നുമില്ല, കേബിൾ കിട്ടിയിട്ടുണ്ടായിരുന്നു, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതാണ് ഡിവൈസ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഒരു വലിയ റിവ്യൂ സംഭവങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയ മോഡലാണ്. പക്ഷേ ആമസോണിൽ നിന്ന് നിങ്ങൾക്ക് 75,000 രൂപയ്ക്ക് സാധനം വാങ്ങിക്കാൻ പറ്റുമോ, സേഫ് ആണോ സംഭവങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി വാങ്ങിക്കാം. ഒരു പ്രശ്നം നമുക്ക് ഫേസ് ചെയ്തിട്ടില്ല. നമ്മുടെ ഡെലിവറി ആയിക്കോട്ടെ എല്ലാ സംഭവങ്ങളും ക്ലീൻ ആയിരുന്നു കേട്ടോ. ഡെലിവറി നമുക്ക് പാക്കേജ് വന്നിട്ടുണ്ടായിരുന്നത് നോർമൽ നമ്മുടെ ഒരു എന്താ പറയുക കാർഡ്ബോർഡ് ബോക്സിനുള്ളിലായിരുന്നു സാധനം. അതിന് പുറമെ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് ഉണ്ടായിരുന്നു, പ്ലാസ്റ്റിക് കവറും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ 2 കവറിൻ്റെ ഉള്ളിലായിരുന്നു സാധനം വന്നിരിക്കുന്നത്. ഇപ്പോൾ ഡാമേജ് സംഭവമൊന്നുമില്ല, എനിക്ക് ഇതിൻ്റെ ബോക്സ് കാണുമ്പോൾ തന്നെ അറിയാം. ഈ താഴെ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ ആമസോണിൻ്റെ സ്റ്റിക്കർ വന്നിരിക്കുന്നത്. അപ്പോൾ അതല്ലാണ്ട് നമുക്ക് വേറെ സംഭവങ്ങളൊന്നുമില്ല കേട്ടോ. MRP ഡീറ്റെയിൽസും അതുപോലെ തന്നെ IMEI നമ്പർ സംഭവമൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടൊന്നും എല്ലാം ഒരു പ്രശ്നമില്ല, ഡാമേജോ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ആമസോണിൻ്റെ ഡീൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി വാങ്ങിക്കാൻ ഒരു പ്രശ്നമില്ല കേട്ടോ. ഞാൻ ആക്ച്വലി ഇപ്പോൾ റീസെൻ്റ്ലി എനിക്ക് കുറേ പേര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് തന്നത് ഞാൻ ഇന്നലെ ഇതിൻ്റെ മെയിൻ വീഡിയോ ഇന്നലത്തെ നമ്മുടെ മെയിൻ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് കുറച്ച് പേര് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി ഇപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ S23 അൾട്രാ ബ്ലാക്കിന് പ്രൈസ് കൂടിയിട്ടുണ്ട് കേട്ടോ. S23 അൾട്രാ ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. എല്ലാത്തിനും ഡെലിവറി ഡേറ്റ് കൂടുതലാണ്, അത് വേറെ കാര്യം കേട്ടോ. എന്താ നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും. ഞാനിപ്പോൾ എൻ്റെ ആമസോൺ പേജാണ് കാണിക്കുന്നത്. ഇവിടെ സ്ക്രീൻ ബ്രൈറ്റ്നസ് ഞാൻ കുറയ്ക്കാം. ഇതാ കണ്ടോ, 75,999 ആണ്. നമുക്ക് ഞാൻ ഈ കളറാ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണുന്നതായിരിക്കും, മോഡേൺ ഒക്ടോബർ എന്നിട്ട്. അതല്ലാണ്ട് നമുക്ക് പ്രൈസ് കളർ ഡിഫറൻസ് ഗ്രീനായാലും നമുക്ക് ഇന്ന് ഓർഡർ ചെയ്താൽ ഫ്രൈഡേ 25 ഒക്ടോബർ, അതായത് ഓൾമോസ്റ്റ് നമുക്ക് ഒരു വീക്ക് തന്നെ വരുന്നുണ്ട് കേട്ടോ. 5 ദിവസം മിനിമം വരുന്നുണ്ട്, എല്ലാത്തിനും കാണിക്കുന്നുണ്ട്. ബ്ലാക്കിന് പറഞ്ഞ പോലെ റേറ്റ് കൂടിയിട്ടുണ്ട്, 99 ആയിട്ടുണ്ട്. കണ്ടോ 1 ലക്ഷം രൂപയൊക്കെ ഉണ്ട്. 1 ലക്ഷം രൂപ കൊടുത്തിട്ടൊന്നും S23 അൾട്രാ വാങ്ങിക്കാൻ കേട്ടോ. എന്താ വെച്ചാൽ ആ പ്രൈസിന് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ S24 അൾട്രാ വാങ്ങിച്ചാൽ മതി. അപ്പോൾ പ്രൈസ് ഡിഫറൻസ് വാരി വരുന്നുണ്ട്. പക്ഷേ ബ്ലാക്ക് ഇഷ്ടം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ ഓഫർ വന്ന സമയത്ത് തന്നെ ബ്ലാക്ക് ഇടക്കിടയ്ക്ക് സ്റ്റോക്ക് ഔട്ട് ആവുക, ഇടക്കിടയ്ക്ക് ഭയങ്കര 3 ആഴ്ചയൊക്കെയാണ് ഡെലിവറി ഡേറ്റ് ബ്ലാക്കിന് കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അത് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ബ്ലാക്ക് ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും ലാഗ് ആവും, ഒന്നെങ്കിൽ ലാഗ് ആവും അല്ലെങ്കിൽ വയസ്സ് കൂടും. അപ്പോൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഗ്രീൻ കളറോ അല്ലെങ്കിൽ ക്രീം കളറോ നോക്കിയാൽ മതിട്ടാ. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ആമസോണിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് താഴെ കൊടുക്കാം. ഒരു പ്രശ്നവും നമ്മളൊരു പ്രശ്നവും ഫേസ് ചെയ്തിട്ടില്ല. ക്ലീൻ ആയിരുന്നു, ക്ലീൻ ഡെലിവറി, ക്ലീൻ പാക്കറ്റ്, ക്ലീൻ പീസ്, ക്ലീൻ പാക്കേജിങ് എല്ലാം ക്ലീൻ തന്നെയായിരുന്നു. ഞാൻ ആക്ച്വലി ഓർഡർ ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ കസ്റ്റമർ കെയറിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്, എന്താ പറയുക, സെല്ലറിനെ ഒന്ന് ഇൻഫോം ചെയ്യണം, ഒറിജിനൽ പുതിയ സാധനം അയക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സാംസങ്ങിൻ്റെ ആമസോണിൻ്റെ കസ്റ്റമർ കെയർ ഓക്കെ സംഭവമൊക്കെ പറഞ്ഞ് അവർ നമ്മൾ സെല്ലറിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു സേഫർ സൈഡിന് ഒരു നല്ലൊരു പരിപാടിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ആമസോണിൻ്റെ കസ്റ്റമർ കെയർ സപ്പോർട്ട് ചാറ്റും സംഭവമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങളൊരു ഞാൻ ആക്ച്വലി എൻ്റെ ആപ്പിൾ വാച്ച് അൾട്രാ 2 ഓർഡർ ചെയ്തപ്പോഴും ഇതുപോലെ ഞാൻ അവരെ വിളിച്ച് പറഞ്ഞില്ല, ചാറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ സെല്ലറിനെ ഇൻഫോം ചെയ്യാൻ. എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇൻഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ആമസോണിൻ്റെ കസ്റ്റമർ കെയർ നമ്മുടെ സെല്ലറിനെ വിളിച്ച് പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഉടായ്പ കാണിക്കാൻ കുറച്ച് പണി ഉണ്ടായിരിക്കും. ഉടായ്പ കാണിക്കാനുള്ള സെല്ലറാണെങ്കിൽ ഒരു മടി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ പേടി ഉണ്ടായിരിക്കും. അപ്പോൾ അതൊരു നല്ലൊരു മൂവ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ നോക്കാട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനലിൽ മാത്രം പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് അവർക്ക് ഷെയർ ചെയ്യുക. എന്തായാലും സംശയങ്ങളിലേക്ക് എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റും പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചാനൽ അതാണിത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് അവർക്ക് ഷെയർ ചെയ്യാം. നമ്മൾ ആക്ച്വലി ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനലിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി, ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അടുത്ത് കാണാം.